എല്ലാവർക്കും GAB ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞിടെയായി നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാമിസ്ട്രിയുടെ ചില സവിശേഷ ലക്ഷണങ്ങളാണ്. നമ്മൾ കയ്യിലെ കാണുന്ന ചില സിമ്പലുകൾ അതെന്തിനാണ് അർത്ഥമാക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ. ഒപ്പം ആസ്ട്രോളജിയുടെ ചില വിശകലനങ്ങളും ഞാൻ ആ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പാമിസ്ട്രിയെ പറ്റി സംസാരിക്കാനുണ്ട്. ഇതൊരു ബൃഹത്തായ ഒരു ശാസ്ത്രശാഖയാണ്. എത്ര പറഞ്ഞാലും തീരത്തില്ലാത്ത രീതിയിൽ ഒരുപാട് കോടിക്കണക്കിന് സിമ്പിളുകൾ നമ്മുടെ കൈകളിലേക്ക് വരാറുണ്ട്. അവരുടെ ജ്യോതിഷപരമായ ലക്ഷണങ്ങൾ, മറുകളുടെ ലക്ഷണങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ നിയന്ത്രിക്കുന്ന ചില അനുഭവ യോഗങ്ങളും എല്ലാം വരുന്നതിനെ പറ്റിയാണ് ഈ ചാനലിലൂടെ ഞാൻ വിശദമാക്കുന്നത്. ഒപ്പം സ്പോക്കൺ ഹിന്ദിയും സ്പോക്കൺ ഇംഗ്ലീഷും അതുപോലെ തന്നെ യോഗയുടെ വീഡിയോകളും കോമഡി വീഡിയോകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് കിട്ടുന്നതാണ്. നിങ്ങൾ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് എന്ന ഭാഗത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഞാൻ തരംതിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വെച്ച് കാണുക. ഇനി ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ അവരോടൊരു അഭ്യർത്ഥനയുണ്ട്. ദയവായി എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇതുപോലെ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തുകൂടി സഹായിക്കുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പാമിസ്ട്രി, അതായത് ഹസ്തരേഖ ശാസ്ത്രത്തിൽ കയ്യിൽ വരുന്ന ഹൃദയരേഖയെ പറ്റിയാണ്. ഹൃദയരേഖ എന്ന് പറഞ്ഞ രേഖയ്ക്ക് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൂടുതലായി ഞാൻ സംസാരിക്കുന്നത് ഞാൻ യോഗത്തെക്കുറിച്ച് മാത്രമാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഇരു കൈകളും ഇങ്ങനെ ചേർത്ത് വെക്കുക. ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഹൃദയരേഖകൾ ചേർന്നിട്ട് അത് ഒരു ചന്ദ്രക്കല പോലെ കാണും. അതിനൊരു ഏറ്റക്കുറച്ചിലുണ്ടാവും. ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് അത് മാറും. അപ്പം ഞാൻ ആദ്യം ഇമേജ് കാണിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹൃദയരേഖ ഏതാണെന്ന് മനസ്സിലാവാതെ വരാൻ സാധ്യതയുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക്. അപ്പോൾ നമുക്ക് ഇമേജിലേക്ക് പോയിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഹസ്തരേഖയുടെ ഒരു സിമ്പിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഓർമ്മ പുതുക്കാനായിട്ട് പറയുകയാണ്. ഈ കാണുന്നതാണ് ആയുർരേഖ, ഈ കാണുന്നതാണ് ബാഹ്യരേഖ, ഈ കാണുന്നതാണ് ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ. ഈ ഫസ്റ്റ് കാണുന്ന ഈ രേഖയുണ്ടല്ലോ, ഈ രേഖയാണ് ഹൃദയരേഖ എന്ന് പറയുന്നത്. ഇതിൽ ലെങ്ത് പലരിലും കുറഞ്ഞും കൂടിയിരിക്കും. ഈ രേഖ നമ്മുടെ ചെറുവിരലിനടുത്ത് വരെ ചെല്ലും. അപ്പോൾ നമ്മുടെ രണ്ട് കൈ കൂട്ടി ഞാൻ ആദ്യം പിടിച്ച പോലെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈപ്പത്തിയും കൂടി ഹൃദയരേഖകൾ ഇവിടെ കൂട്ടിമുട്ടിയിട്ട് ഒരു ചന്ദ്രക്കല പോലെ മറ്റേ കൈയിലേക്കും കൂടി കാണും. അതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏറ്റവും ഫസ്റ്റ് കാണുന്ന മേളിൽ നിന്ന് താഴെ കാണുന്ന ആദ്യത്തെ രേഖയാണ് ഹൃദയരേഖ എന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ എൻഡ് ഇവിടം വരെ മുട്ടിയിട്ടുണ്ടാവും. ചില ആളുകളിൽ മുട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കൈകൾ ഞാൻ പറഞ്ഞ വിധം ചേർത്ത് വെക്കുമ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്, അത് ആ ഒരു ലൈൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു സിമ്പലിൽ ഇത് ഏത് രേഖ ഏത് വശത്ത് വരുമെന്ന് പറഞ്ഞത്. ഇരു കൈയുടെ ചിത്രം വരയ്ക്കുന്നതിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇരു കൈകൾ വരച്ച് ഇവിടെ കാണിക്കാത്തത്. കാരണം ഇരു കൈകൾ വരയ്ക്കുമ്പോൾ എനിക്ക് അത്ര നന്നായി ഡ്രോയിങ് ചെയ്യാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വരച്ചിട്ടുള്ള സിമ്പിളിൻ്റെ വേറെ വീണ്ടും വീഡിയോകൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു അറിവിലേക്കായിട്ട് ഇപ്പം തന്നെ ഈ ഒരു കണ്ടൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു തരുന്നതാണ്. എന്താണ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഹൃദയരേഖ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഈ കയ്യിലെ ഈ കാണുന്ന ഏറ്റവും ആദ്യം കാണുന്ന രേഖയാണ് ഹൃദയരേഖ എന്ന് പറയുന്നത്. കണ്ടോ, ഈ കാണുന്ന ഫസ്റ്റ് രേഖ കണ്ടോ, ഇതാണ് ഹൃദയരേഖ. നമ്മൾ കൈകൾ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ രണ്ട് ഹൃദയരേഖകളും കൂടി കൂട്ടിമുട്ടി നമ്മുടെ ചെറുവിരൽ ആദ്യം യോജിപ്പിച്ച് വെക്കണം. ചെറുവിരൽ ഇങ്ങനെ കയറിയോ ഇറങ്ങിയോ ആകാൻ പാടില്ല. അതായത് ചെറുവിരൽ ഇങ്ങനെ കയറി പോവുകയോ ഇറങ്ങി പോവുകയോ ചെയ്യാതെ രണ്ട് ചെറുവിരലിനെ ചേർത്ത് വെക്കുക. നഖങ്ങളുടെ പൊക്ക കൂടുതൽ നോക്കണ്ട, ഇത് നഖം വെട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നഖങ്ങളുടെ പൊക്ക കൂടുതൽ നോക്കണ്ട, ഇങ്ങനെ ആ ചെറുവിരലിൻ്റെ ആ ഒരു ലൈൻ, നഖത്തിൻ്റെ തുടക്കത്തിലെ ലൈൻ അടക്കം ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിലേക്ക് ഒന്ന് കൈ ഇങ്ങനെ മറിച്ച് കാണിക്കുകയാണ്. ഹൃദയരേഖകളുടെ ആ ഒരു സ്ഥിതി എങ്ങനെയാണെന്ന് കാണിക്കാം. കണ്ടോ, ഇത് കണ്ടോ നിൽക്കുന്നത് കണ്ടോ, കൂട്ടിമുട്ടിയിട്ട് ഒരു ചന്ദ്രക്കല പോലെ മൊത്തത്തോടു കൂടി കണ്ടോ ഫസ്റ്റ് ലൈൻ. അതെങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തം കൈയിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്ന ഇടത് കൈയുടെ ഹൃദയരേഖ ഉയർന്നു, വലത് കൈയുടെ ഹൃദയരേഖ താഴെയുമാണെന്ന് കരുതുക. അങ്ങനെ കാണുന്ന ആളുകളാണെങ്കിൽ അതിനർത്ഥം ഇതാണ്, ആ ആളുകൾ വളരെയധികം ഫ്രണ്ട്ഷിപ്പ്, അതായത് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആൾ, ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരും കുടുംബത്തിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുമാണ്.
അവർ കൂടുതലും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിലും ചില സമയം സ്വാർത്ഥ രീതിയിൽ പെരുമാറുന്ന ആളുകളുമാണ്. സ്വാർത്ഥമായ രീതിയിൽ പെരുമാറുന്ന ആളുകളാണ്. ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുമെങ്കിലും കൂടുതലായിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയായിരിക്കും അവർ പ്രവർത്തിക്കുക. ഏതാണ് ഞാൻ പറഞ്ഞത്? ഇടത് വശത്തെ ഹൃദയരേഖ അല്പം ഉയർന്നും വലത് കൈരേഖ താഴെയുമാണെങ്കിൽ അങ്ങനെയാണ്. അപ്പം അവർ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അല്പം സ്വാർത്ഥമായ രീതിയിലും അവർ ഇടപെടാറുണ്ട്. ഇവർ കൂടുതൽ വായിക്കുക, പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളും യാത്രകളോട് താല്പര്യമുള്ള ആളുകളുമായിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ പോകുന്ന ഒരു ലൈഫാണ് അവരുടെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ കാണുന്നത് വലത് കൈയുടെ ഹൃദയരേഖ മുകളിലും ഇടത് കൈയുടെ രേഖ താഴെയും. അപ്പോൾ വലത് കൈ രേഖ ഹൃദയരേഖ മുകളിലും ഇടത് കൈരേഖ താഴെയുമായിട്ട് വരുന്ന ആളുകൾ, അത്തരം ആളുകളാണെങ്കിൽ വളരെയധികം ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നവരാണ്. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോവുകയും അത്തരം ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ എപ്പോഴും സറൗണ്ടായ രീതിയിൽ സഞ്ചരിക്കുക, കറങ്ങാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടൂറുകൾ സംഘടിപ്പിച്ച് പോവുക, അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുടെ കൈരേഖയാണ് ആ ഒരു രീതിയിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ലക്ഷണം. കൂടുതലായിട്ട് അവർ ഇങ്ങനെ അടിച്ചു പൊടിച്ച് നടക്കുന്ന രീതിയിലുള്ള സ്വഭാവക്കാരായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ ഇടതാണ് ആദ്യം മേളിൽ വരുന്നെങ്കിൽ അവർ തീർച്ചയായും സ്വാർത്ഥതയുള്ള ആളുകളായിരിക്കും. ഒപ്പം കുടുംബത്തിനും സാമ്പത്തിക ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പുകാർ ഒരു ഏറ്റക്കുറച്ചിലുമില്ല. കൈരേഖ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒന്നിച്ചിട്ട് ഒരേ രീതി ചന്ദ്രക്കല പോലെ നിൽക്കും. ഇങ്ങനൊരു ചന്ദ്രക്കല പോലെ ഒരു റാ പോലെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ കാണുകയാണെങ്കിൽ ആ വ്യക്തികൾ കൂടുതൽ ബുദ്ധിശക്തിയുള്ള ആളുകളും കലാകായിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും കുറേ ആളുകളെ അനുയായികളാക്കി വെക്കുന്ന ആളുകളും അങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാനുള്ള യോഗമുള്ള ആളുകളാണ്. കൂടുതലും എത്ര പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ആളുകളാണ് മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്വഭാവ സവിശേഷതകളുമാണ് ഈ ഹസ്തരേഖയിൽ നമുക്ക് ഇങ്ങനൊരു യോഗം വന്നു കഴിഞ്ഞാൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് നോക്കേണ്ടത്? ഇങ്ങനെ കൈകൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ രീതികൾ, ആദ്യത്തെ ഇടതുവശത്തെ ഹൃദയരേഖയാണ് ഉയർന്നിരിക്കുന്നതെങ്കിൽ അവർ തീർച്ചയായും കുടുംബത്തിനെ സ്നേഹിക്കുന്നവരും കൂടുതൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഫ്രണ്ട്ഷിപ്പ് ഉപയോഗിക്കുന്നവരും സ്വാർത്ഥമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളും ആയിരിക്കും. കൂടുതലായി സാമ്പത്തികമോ പണമോ ഒന്നും കൂടുതൽ ചിലവാക്കാത്ത ആളുകളായിരിക്കും. പക്ഷേ രണ്ടാമത്തെ മോഡൽ വലത് കൈയുടെ രേഖയാണ് മുകളിൽ കാണുന്നതെങ്കിൽ അവർ തീർച്ചയായും കൂടുതൽ അടിച്ചു പൊളിക്കുന്ന ആളുകളായിരിക്കും. കൂടുതൽ അങ്ങനെ നടക്കുന്ന, അതായത് നല്ല രീതിയിൽ അവരുടെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ആളുകളായിരിക്കും. മൂന്നാമത്തെ ആളുകളാണെങ്കിൽ കൂടുതൽ വായിക്കുക, പഠിക്കുക, കാര്യങ്ങൾ അപഗ്രഥിക്കുക, അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും ചില കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളുകളുമാണ് മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നിപ്പം പാമിസ്ട്രിയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വരച്ചിരുന്ന ഇമേജിൽ തീർച്ചയായും ഫുൾ രേഖകൾ എനിക്ക് കാണിക്കാൻ സാധിച്ചില്ല. ഹൃദയരേഖ ഏതാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യം എങ്ങനെയാണ് ക്യാച്ച് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്. അപ്പോൾ ഒന്നുകൂടി പറയുന്നത്, യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും മറുകിനെ പറ്റിയുള്ള ചെറിയൊരു ശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. മറുകുകളുടെ ലക്ഷണശാസ്ത്രത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ വലത് കൈവശത്ത് എവിടെയായാലും മറുക് ഈ ഒരു സൈഡിൽ, അതുപോലെ ഈ ഒരു സൈഡിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും മറുകുകൾ വരുന്നത് ധൈര്യത്തെ പ്രകീർത്തിക്കുന്നതാണ്. അത് ധൈര്യത്തെ കൂടുതൽ പ്രകീർത്തിക്കുന്നതും സാമ്പത്തികമായ ഉയർച്ചയെ കൂടുതലായിട്ട് കാണിക്കുന്നതുമാണ് ആ ഒരു മറുകുകൾ. അപ്പം അതനുസരിച്ചുള്ള ഒരു വളർച്ച, ജീവിതത്തിൽ ഉയർച്ച ലഭിക്കും. അതിനനുസരിച്ച് ഏത് കാര്യം ചെയ്യാൻ താല്പര്യം, സാമ്പത്തികമായ ഉയർച്ച, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ്. അതുപോലെ ഇടത് കൈയിൽ വരുന്ന മറുക് ഞാൻ പറഞ്ഞു, പേരും പ്രശസ്തിയും ഉണ്ടാകുമെങ്കിലും അല്പം സ്വയം ഭയം നിൽക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റാതെ വരുന്ന ഒരവസ്ഥ അവർക്ക് വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത് നെറ്റിയുടെ ഈ വശത്ത് വരുന്ന മറുകളാണ്. നെറ്റിയുടെ ഈ വശത്ത് വരുന്ന മറുകൾ, അതായത് വലത് വശത്ത് വരുന്ന മറുകും ഇടത് വശത്ത് വരുന്ന മറുകുമായിട്ട്. ഇത് മിററാണ് ഈ വീഡിയോ. ഞാൻ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്, തിരിഞ്ഞാണ് കാണുന്നത്. മനസ്സിലാക്കി ഞാൻ വലതും ഇടതും എടുത്ത് പറയുന്നുണ്ട്. അപ്പം വലത് വശത്ത് വരുന്ന മറുക്, ഇടത് വശത്ത് വരുന്ന മറുകിനെ പറ്റിയാണ് പറയുന്നത്. സ്ത്രീകളിൽ ഇടത് വശത്ത് മറുക്
നെറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ബിസിനസ് പരമായും ഒരു സെലിബ്രിറ്റി ലെവലിലെത്തുകയും സാമ്പത്തികമായി ഉയർച്ച നേടുകയും ചെയ്യുന്ന ആളുകളാണെന്നുള്ളതിന് തെളിവാണ് ഇടതുവശത്ത് നെറ്റിയിൽ മേളിൽ മറവ് വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങളിൽ അവരോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ നെഗറ്റീവായിരിക്കും സംസാരിക്കുക. നെറ്റിയിൽ എവിടെ മറവ് വന്നാലും ആ വ്യക്തികൾ കൂടുതൽ സംസാരിക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്ന കാര്യങ്ങളെ പറ്റിയായിരിക്കും. ഏതൊരു കാര്യത്തിൽ നെഗറ്റീവ് വശമായിരിക്കും ചിലപ്പോൾ അവർ സംസാരിക്കുക ആരെങ്കിലും അഭിപ്രായം ചോദിക്കുമ്പോൾ. പക്ഷെ അവരവരുടെ കാര്യത്തിൽ അവർ നെഗറ്റീവ് ഒന്നും ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യും, മുന്നോട്ട് പോവുകയും ചെയ്യും. ഏതൊരു കാര്യത്തിൽ ഉപദേശം തേടുന്ന സമയത്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നവർ നെഗറ്റീവ് സൈഡിനെ പറ്റിയായിരിക്കും ചിലപ്പോൾ സംസാരിക്കുക. അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അവർ നെഗറ്റീവ് വശം മാത്രമേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ അവർ ഉയർച്ചയിലെത്തുന്നവരാണ്. ഇനി അടുത്ത വലതുവശത്ത് മറവ് വരുന്നത്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർക്ക് വലതുവശത്ത് വരുന്നത് ബിസിനസ് പരമായ ഉയർച്ച തന്നെയാണത്. വളരെയധികം കൂടുതൽ ആളുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള ആളുകളാണ്, ഫേമസ് ആവാനുള്ള യോഗങ്ങൾ കൂടുതലുള്ള ആളുകളാണ് നെറ്റിയിൽ മറവ് വരുന്നത്. നെറ്റിയിൽ എവിടെ മറവ് വന്നാലും സ്ത്രീക്കും പുരുഷനും ഒക്കെ അത് ബാഹ്യങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ സാമ്പത്തിക ഉയർച്ച തന്നെയാണ് അത് കാണിക്കുന്നത്. അടുത്തായിട്ട് മൂക്കിലെ മറവ്. മൂക്കിലെ മറവ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ മറവ് വരിക. ഫ്രണ്ടിൽ മറവ് വരുന്നത് ദേഷ്യത്തെയാണ് കാണിക്കുന്നത്. മൂക്കിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന മറവിൻ്റെ വ്യാസം അനുസരിച്ച് ദേഷ്യത്തിൻ്റെ പവറും കൂടും. അതായത് ചിലർക്ക് വലിയ മറുകുണ്ട്, ചിലർക്ക് ചെറിയൊരു കുത്തോ പാടോ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലും അവർക്ക് ദേഷ്യം വളരെയധികം കൂടുതലാണെന്നുള്ളത് തെളിയാണ്. നമ്മൾ പറയാറുണ്ട് മൂക്കത്താണ് അവരുടെ ദേഷ്യം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ വലതുവശത്ത് ഈ മൂക്കിനോട് ചേർന്നുള്ള മറുക്, ഇടതുവശത്ത് ഈ മൂക്കിനോട് ചേർന്നുള്ള മറുകുകളും ബാഹ്യത്തെ പ്രകീർത്തിക്കുന്നതാണ് സ്ത്രീകൾക്കും പുരുഷനും. അപ്പം ഇടതുവശമാണെങ്കിൽ സ്വാർത്ഥതയുടെ ലക്ഷണമാണ്, വലതുവശമാണെങ്കിൽ സഹായ കഷ്ടങ്ങൾ ചെയ്യുന്ന ആളുകളാണെന്നതിന് തെളിവാണ്. ഇപ്പം ഇടതുവശത്ത് വന്നാലും വലതുവശത്ത് വന്നാലും യോഗങ്ങൾ തന്നെയാണെങ്കിലും സ്വാർത്ഥ സ്വഭാവം കൂടുതലായി കാണിക്കുക ഇടതുവശത്ത് വരുന്ന മറുകൾക്കാണ്. വലതുവശത്ത് വരുന്ന മറുകൾക്ക് കൂടുതലായിട്ടും അങ്ങനെ സ്വാർത്ഥതയൊന്നുമില്ല. ആ ആളുകൾ കൈ അയച്ച് സഹിക്കുന്നവർ. അവർ കവിളിൽ മറുക് വരിക. കവിളിലെ ഇടതോ വലതോ മറുക് വന്നാലും മാതാപിതാക്കളുടെ സ്നേഹം, അതുപോലെ ഒരു സെലിബ്രിറ്റി ലെവലിൽ ഉയരാനുള്ള കഴിവ് തുടങ്ങിയവ. ഇടതാണ് മറുകെങ്കിൽ തീർച്ചയായും അവർ പണത്തിനോട് കൂടുതൽ ആർത്തിയുള്ള ആളുകൾ, വലതുവശത്താണ് കൈ അയച്ച് അവർ സഹായം ചെയ്യുന്ന ആളുകളുമായിരിക്കും. അങ്ങനെയാണ് വ്യത്യാസം. മുഖത്ത് വരുന്ന മറുകൾ. അതുപോലെ ഈ ഭാഗങ്ങളിൽ വരുന്ന മറുകുകൾ, ഈ ഭാഗത്ത് വരുന്ന മറുകൾ കാക്കക്കുട്ടികൾ എന്നറിയപ്പെടുന്നു. അത് ഈ ഭാഗങ്ങളിൽ കൃത്യമായി വന്നു കഴിഞ്ഞാൽ അവർക്ക് ടി വി സീരിയൽ മേഖലകളിൽ കാണാനോ അല്ലെങ്കിൽ വീഡിയോകൾ നമ്മൾ എന്തെങ്കിലും റീലുകൾ ചെയ്യുന്നതിൽ കാണിക്കാനോ ഒക്കെയുള്ള ആളുകൾക്കുള്ള ടെൻഡൻസി സ്വയം തോന്നി സ്വയം വീഡിയോ എടുത്ത് സ്വയം ഫേമസ് ആവുന്ന ആളുകളാണ് അവർ. അപ്പോൾ വലതുവശത്താണ് മറുകെങ്കിൽ, ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ നല്ല ഒരു രീതിയിലുള്ള ജീവിതവും സന്തോഷപ്രദമായ ജീവിതമാണെങ്കിൽ, ഇടതുവശത്താണെങ്കിൽ ഇതേ രീതി ഫേമസ് ആവുമെങ്കിലും എല്ലാ യോഗങ്ങളും ഉണ്ടെങ്കിലും ദുഃഖം, കുത്തുവാക്കുകൾ, ചില കാര്യങ്ങൾ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ പെട്ടുപോയിട്ട് മാനസികമായ വേദനകൾ ചിലത് അനുഭവിക്കേണ്ട ഒരു യോഗം കൂടിയുണ്ട്. പക്ഷേ എങ്കിലും ഒരേ ലെവലാണ് രണ്ടുപേരും പോകുന്നത്. അതായത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒപ്പം ഇടതുവശത്താണെങ്കിലും മറുതുവശത്താണേലും ഉയർച്ച, ഫെയിം ആവുക എന്നുള്ളത് അവരുടെ യോഗത്തിലുണ്ട്. പക്ഷേ ജീവിതത്തിൽ വരുന്ന സൗഖ്യങ്ങൾ ഇപ്പം ദുഃഖം ജനിപ്പിക്കുന്നതായിരിക്കും ഇടതുവശത്ത് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, സാമ്പത്തിക വിവരമില്ലോ, സമ്പത്തുണ്ടെങ്കിൽ ദുഃഖത്തെ നമ്മൾ മാറ്റി നിർത്താൻ സാധിക്കും. എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്ത് വേണം ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു കാക്കപ്പുള്ളി ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ, ഇവിടം വരെ പോവുകയാണെങ്കിൽ, ഈ രണ്ട് സൈഡിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള യോഗങ്ങൾ അല്പം പുറകോട്ടാണ്. സെലിബ്രിറ്റി ലെവലുണ്ടെങ്കിലും മറ്റുള്ളവരുടെ അത്ര എത്തുന്നില്ല. ഒരു ലെവൽ, ഒരു നോർമൽ ഒരു ലെവൽ കീപ്പ് ചെയ്ത് നിൽക്കാമെന്നുള്ളൂ. പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇവിടെയാണ് മറകെങ്കിൽ വലതുവശത്തായിക്കോട്ടെ ഇടതുവശത്തായിക്കോട്ടെ, പുരുഷന്മാർക്കായിട്ടോ സ്ത്രീകൾക്കായിക്കോട്ടെ, അതൊരു സെലിബ്രിറ്റി ലെവലിൽ ചെല്ലുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ പ്രസിദ്ധി നേടുക എന്നൊക്കെ നമ്മൾ പറയില്ല, ചെറിയൊരു ലൊക്കാലിറ്റിയിൽ നാട്ടിലെ ചെറിയ ഹീറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ചെറിയൊരു ക്ലബിൻ്റെ ഹീറോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു ചെറിയ കമ്മിറ്റിയുടെ ഒരാൾ, അങ്ങനെയുള്ള രീതിയിലുള്ള സെലിബ്രിറ്റി ലെവലിൽ എത്താനുള്ള കഴിവാണ് അവർക്ക് പറയുക. അതുപോലെ ചെവിക്കുള്ളിൽ മറുക് വരിക, മേളത്തെ ഈ കുടയുടെ ഈ ഭാഗത്ത് അകത്ത് മറുക് വരികയാണെങ്കിൽ അവർ തീർച്ചയായും സാമ്പത്തികമായി ഉയരുന്നവരാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അമിതമായി ദേഷ്യം വരാറുണ്ട്. അമിതമായി ദേഷ്യം വരുന്നവരുടെ ലക്ഷണമാണത്. അതും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വലത് ചെവിയോ ഇടത് ചെവിയോ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്നൊന്ന് ആളുകൾ പറഞ്ഞ് അനുസരിക്കുകയില്ല എന്നുള്ളതിന് തെളിവാണ് ആ കാണുന്നത്. അവരവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും അവർക്ക്. ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും, മറ്റ് തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇടത് കണ്ണിൽ സ്ത്രീകൾക്ക് കണ്ണിൻ്റെ ഈ മേളിലായിട്ട് പോളയിൽ മറുക് വരുന്നത് സ്വാർത്ഥതയുടെ ലക്ഷണമാണ്, സാമ്പത്തിക ഉയർച്ചയുടെ ലക്ഷണമാണ്. താഴേക്ക് മറുകൾ ഈ ഭാഗങ്ങളിൽ എവിടെ വന്നാലും അതനുസരിച്ച് ചിലർക്ക് 3 എണ്ണം ഇങ്ങനെ നെടുവ് കാണാം. കാരണം നെറ്റിയിലൊന്ന് ഇങ്ങനെ, അങ്ങനെ 3 മറുകൾ അത് കൂടുതലും സ്ത്രീകൾക്ക് മാത്രമേ വരാറുള്ളൂ. പുരുഷന്മാർക്ക് അങ്ങനെ ഒന്നും വരാറേയില്ല. അവിചാരിതമായിട്ട് ആർക്കെങ്കിലും വന്നാൽ വന്നു. പക്ഷേ കൂടുതലും സ്ത്രീകൾക്ക് നിരപ്പ് ഇവിടെ ഒന്ന്, നെറ്റിയിലൊന്ന്, കണ്ണിൻ്റെ പോളയിലൊന്ന്, താഴെ ഒന്ന്, ഇവിടെ കവിളിലൊന്ന്, നേരെ കാക്കപ്പുള്ളി താഴെ ഇടതുവശത്ത്. വലതുവശത്താണെങ്കിൽ
അത് വളരെയധികം സാമ്പത്തികമായി ഉയരുന്ന യോഗവും. ഇടതുവശത്താണെങ്കിൽ വളരെയധികം സാമ്പത്തികമായി ഉയരുന്ന യോഗമാണെങ്കിലും മനസ്സമാനം കുറഞ്ഞു പോകുന്നൊരവസ്ഥയും സംജാതമാക്കുന്ന ഒരു മറുകളുടെ സിസ്റ്റമാണ്. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെഞ്ചിൻ്റെ ഇവിടെയുള്ള മറുകൾ നേരെ താഴേക്ക് വരിക. മറുകൾ സെൻട്രലിലോട്ട് തന്നെയാണെങ്കിൽ അത് ജീവിതത്തിൽ പ്രണയത്തിനുള്ള പരാജയത്തെയാണ് കാണിക്കുന്നത്. സ്നേഹബന്ധങ്ങളിലുള്ള പരാജയം, സ്നേഹബന്ധങ്ങളിലുള്ള തകർച്ച, തോൽവിയെപ്പറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ അതനുസരിച്ച് മാറ്റമുണ്ട്. പക്ഷേ കൃത്യം സെൻറ്ററിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ വയറിൻ്റെ ഈ ഭാഗങ്ങളിൽ ഒരുപാട് മറുകൾ, ഒരു 6, 7, 10, 20 മറുകൾ. വസ്ത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് അത് പുറലോകത്തുള്ള ആരും കാണുന്നില്ല ആണെങ്കിൽ അങ്ങനെ നിറച്ച് പിടിച്ച് മറുകൾ ചിലർക്ക് വരാറുണ്ട്. ആ ഭാഗങ്ങളിൽ മാത്രമായിട്ട്, മുഖത്തോ കയ്യിലോ എങ്ങും എവിടെ മറു കാണത്തില്ല, അവിടെ മാത്രം നിറച്ചുണ്ടെങ്കിലും അത് വളരെയധികം ഫേമസ് ആവുന്ന ലക്ഷണമാണ്. അതായത് വളരെയധികം പ്രശസ്തി ലഭിക്കുന്ന ഒരു ലക്ഷണമാണ് ആ കാണിക്കുന്നത്. വളരെയധികം പ്രശസ്തി, കൂടുതൽ ഭാഗ്യങ്ങൾ, കൂടുതൽ സാമ്പത്തികം, കൂടുതൽ ഭക്ഷണങ്ങൾ ലഭിക്കുക, കൂടുതൽ യാത്രകൾ, അംഗീകാരങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്ന ഒരു ഭാഗ്യമുള്ള മറുകാണത്. അതുപോലെ കാലുകളിൽ എവിടെ മറുക് വന്നാലും ആ വ്യക്തി കൂടുതൽ ദൂരം സഞ്ചരിക്കും, സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ തെളിവായിട്ട് പറയുന്നത്. അങ്ങനെ ചില യോഗങ്ങളുണ്ട്. ആ യോഗങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ഉണ്ട്, ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, മുഖത്തിൻ്റെ ശാസ്ത്രങ്ങൾ പറയുന്ന ഫിസിയോണമി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അതനുസരിച്ച് നമുക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കിയെടുക്കാം. ഇത്തരം ക്യാരക്ടറുകൾ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പം നമ്മളൊരു ബിസിനസ്സുകാരനാണെന്ന് കരുതട്ടെ. നമ്മുടെ കടയിലേക്ക് ഒരാളൊരു സാധനം വാങ്ങാൻ വരികയാണ്. നമുക്ക് ആ ആളുടെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് സാധനം വ്യക്തിക്ക് കൊടുത്താൽ ഇയാൾ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും, ഗസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളിൽ ഈ ഒരു ലക്ഷണശാസ്ത്രം വളരെയധികം ഉപകാരമുള്ള കാര്യമാണ്. അതായത് വളരെയധികം ഉപകാരം. നമുക്ക് ലക്ഷണശാസ്ത്രം കൊണ്ട് ബിസിനസ് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ ഉയരാനായിട്ട് നമുക്ക് വളരെയധികം ഈ കാര്യങ്ങൾ ഉപകാരപ്പെടും. അല്ലാതെ ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കി ആളെ ടോർച്ചർ ചെയ്യാനോ അല്ല നമ്മൾ ഈ ഒരു ശാസ്ത്രശാഖ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സെയിൽസ്മാനായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ആളെ കാണിക്കുന്ന ഒരു ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി സാധനം എടുക്കാൻ വന്നാണോ അത് വേറെ കടയിൽ ചുമ്മാ വിസിറ്റ് ചെയ്ത് സന്ദർശിച്ചിട്ട് വെറുതെ തിരിച്ചു പോകാൻ വന്ന ആളാണോ നമുക്ക് കാണുമ്പോൾ അറിയാം. അതിനനുസരിച്ച് നമ്മൾ ആളെ സംസാരിച്ചാൽ മതിയല്ലോ. എല്ലാ സാധനവും വാരി വലിച്ച് അയാളെ കാണിച്ച് നമ്മൾ കാണിച്ചെല്ലാം കഴിയുമ്പോൾ അയാൾ എടുക്കാതെ തിരിച്ചു പോകണം. ഇതിലൊക്കെ നമ്മൾ തന്നെ മടക്കി കെട്ടി വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും വരുന്ന ആളെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായാൽ ഇവിടെ ഓണറോടൊന്നും പറയാൻ പോകണ്ട, ഒന്നും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് പറയാൻ പോകണ്ട, മനസ്സിലാക്കിയിരിക്കുക അവൻ. അപ്പം നമുക്ക് അത്ര ഒരു കാര്യങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പം സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെപ്പറ്റി സംസാരിക്കുമ്പോൾ ക്ലാസ്സിൽ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ കടന്ന് കാണിക്കാറുണ്ട്. ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു, കൈ കൊട്ടുകയല്ല കേട്ടോ, കൈ കൊട്ടുകയല്ല, വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. കൈ നല്ല താഴേക്ക് വെച്ചിട്ടിരിക്കും, നിന്നിട്ടായിരിക്കും അത് കാണിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കസാരയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ കാര്യത്തിൽ വളരെയധികം പരിജ്ഞാനമുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. വളരെയധികം കാര്യങ്ങളിൽ അവർക്ക് പരിജ്ഞാനമുണ്ട്, ആ പറയുന്ന കാര്യത്തിൽ അവർക്ക് പരിജ്ഞാനമുണ്ടെന്നുള്ളതിന് തെളിവാണ്. അവർ സ്വയം അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ആ വ്യക്തി പറയുന്ന വിഷയത്തിൽ അയാൾക്ക് കൂടുതൽ ഗഹനമായി സംസാരിക്കാൻ കഴിയുമെന്നുള്ളതിന് തെളിവാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചില ആളുകളുടെ ഇരിപ്പ്, ഇപ്പം നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ ചെല്ലുക. ഹോസ്പിറ്റലിൽ നമുക്കറിയാം വിസിറ്റിംഗ് ചെയറുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ചില ആളുകൾ ഇരിക്കുന്നതുണ്ട്, ഇങ്ങനെ ഇരിക്കുക. അതായത് അവർ വന്നിരിക്കുന്നത് ഒന്നുകിൽ ആ വ്യക്തിയെ ചികിത്സിക്കാൻ വന്നിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി ആരെയും സന്ദർശിക്കാൻ വന്നിരിക്കുകയായിരിക്കും. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പണിയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആ വ്യക്തിയോട് നമ്മൾ പരിചയപ്പെടാൻ ചെല്ലുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, നമ്മൾ വിസിറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ അടുത്തിരിക്കുന്നവർക്ക് പരിചയപ്പെടും, സംസാരിക്കും. പല ഓഫീസുകളിലും പല കാര്യത്തിൽ നമ്മൾ പോയി ക്യൂ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അവിടെ കുറേ ചെയറുണ്ടാവും. ബാങ്ക് ആയിക്കോട്ടെ, ഹോസ്പിറ്റലായിക്കോട്ടെ, പാസ്പോർട്ട് ഓഫീസ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും കുറേ ചെയറുകൾ എവിടെയോ ഇട്ടിട്ടുണ്ടോ, കുറേ ചെയറുകൾ. അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് എവിടെ ചെയറുകൾ ഇട്ടിരിക്കുന്നവിടെ നമ്മൾ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെ കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ എന്താ വെച്ചാൽ കണ്ടു സംസാരിച്ചൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നി ആളോട് സംസാരിക്കുകയാണെങ്കിൽ ചോദിക്കുന്നത് നമ്മളവിടെയാ, നമ്മളങ്ങനെ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളോട് പരിചയപ്പെടാൻ താല്പര്യമില്ല എന്ന രീതിയിൽ ആ വ്യക്തികൾ ആരോടും പരിചയപ്പെടാൻ വന്നതല്ല. അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം. ഈ പരിപാടി കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിൽ പോകണം.
അതൊന്ന് തീർന്നു കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് എനിക്കിപ്പം വീട്ടിൽ പോകണമെന്ന് എപ്പം മനസ്സിൽ തോന്നുന്നു, ആളുടെ പൊതു സ്വഭാവമല്ല ഇത്. ആ ഒരു വേദിയിൽ വരുമ്പോൾ ശാരീരിക ക്ഷീണമുണ്ട്, അത് തലേന്ന് ഇപ്പം ശരിക്കും ഉറക്കമൊന്നും കിട്ടിയില്ല എന്ന് കരുതുക. അപ്പോൾ ആ വ്യക്തി എടുത്ത് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞേച്ച് വന്ന ഒരു ആവശ്യം കഴിഞ്ഞേച്ച് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. അതിനാണ് പുള്ളി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി, അതിനാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനിടയ്ക്ക് നമ്മളൊരാൾ ചെന്നേച്ച് പരിചയപ്പെടാൻ ശ്രമിക്കുമ്പം ഇത് കൂടെ സംസാരിക്കാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ആ ഒരു ലക്ഷണമാണിത്. ഇത് നമ്മളും ചെയ്യാറുണ്ട്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്യാറുണ്ട്. എല്ലാ വ്യക്തികളും ഓട്ടോമാറ്റിക്കായിട്ട് ചില സന്ദർഭങ്ങളിൽ ഇത് കാണിക്കാറുണ്ട്. ഇപ്പം നമുക്കൊരു മീറ്റിംഗ് വരികയാണ്, നല്ല ക്ഷീണം ശരീരത്തിൽ തട്ടിയിട്ടിരിക്കുകയാണ്, ഉറക്കമൊന്നും ശരിയായിട്ടില്ല. നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ ഓർക്കാതെ തന്നെ കൈയെടുത്ത് കൊണ്ട് ഇവിടെ വെക്കും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് വന്നു വെച്ചാൽ ആരെങ്കിലും നമ്മളോട് വഴി ചോദിക്കുകയോ അല്ലെങ്കിൽ ഇന്ന ഒരു സെക്ഷനിൽ എവിടെയെന്ന് ചോദിക്കുകയോ ചോദിക്കും, നമുക്ക് ഭാഗത്ത് ദേഷ്യം വരും. അതാണ്. അപ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന സിഗ്നലുകൾ ഇതെന്തിനാണ് കാണിക്കണത്? നമ്മൾ സ്വയം നമ്മൾ അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യാറുണ്ട് പൊതു സമൂഹത്തിൽ ചെല്ലുമ്പോൾ. ആ പ്രവൃത്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ കാണുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം, ഇപ്പോൾ ആളുടെ മൂഡ് ശരിയല്ല, ആ ഇരിക്കുന്ന ആളുടെ മൂഡ് ശരിയല്ല, ആ ആളുടെ അടുത്ത് നിന്ന് ഞാനിപ്പോൾ ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കാനും, നമ്മൾ നടത്തുന്ന സ്ഥാപനത്തിൽ വന്ന് ചെയറിന് മേളിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയോട് ഏത് നയത്തിൽ സംസാരിക്കണമെന്ന് മനസ്സിലാക്കിയിരിക്കാനുള്ള സിഗ്നലാണ്. ഭൂമി മനുഷ്യനായിട്ട് ജനിച്ച സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഈ പ്രവർത്തികൾ ജീവിതത്തിൽ ചെയ്യും. അത് ഇന്നയാളുടെ ക്യാരക്ടറിനല്ല, ഒരാളുടെ സ്വഭാവത്തിലല്ല. ദിവസത്തിൽ പൊതുജനങ്ങളുടെ സമക്ഷം നമ്മളത് ചെയ്യും. എപ്പോൾ എന്താണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെയാണ് അതിന് അർത്ഥമെന്ന് മനസ്സിലാക്കും. ആരും അറിയാതെ ഈ പറയുന്നത് ഞാൻ പോലും പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക് കൈ ഇങ്ങോട്ട് പോകും. ഇതൊരു ലക്ഷണം. അടുത്തത്, നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുവാണ് ആടെ സ്വഭാവം കള്ളം പറയുന്ന ആളോ കള്ളം പറയാത്ത ആളാണോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ തുടങ്ങും. ആൾ നുണയടിക്കുന്ന ആളാണ്, എന്ത് പറയാനും ബെഡായി പറയുന്ന ആളാണെന്ന് മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് നമുക്ക് ചോദിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ചില ഡോക്ടേഴ്സ് ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്, നിങ്ങളുടെ നഖം ഒന്ന് കാണിച്ചേ എന്ന് പറയുമ്പോൾ ആ ആൾ നമ്മളെ ഇങ്ങനെയാണ് കാണിക്കുന്നത് കരുതുക. നഖം കാണിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായും പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായും സത്യമല്ല എന്നുള്ളതാണ് അതിനർത്ഥം. കൂടുതൽ പൊടിപ്പും തൊങ്ങലും സംസാരിക്കുന്ന ആളുകളാണ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ് ആ കാണിച്ചത്. ആ വ്യക്തി അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത് ചോദിക്കുക, നഖം ഒന്ന് കാണിച്ചെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ. ഇതൊരു ലക്ഷണശാസ്ത്രമാണ്. പക്ഷേ ഇന്നും കൊണ്ട് മുഴുത്ത കള്ളത്തരം പറയുന്ന ആളെന്നല്ല ഇതിനർത്ഥം. അത്യാവശ്യം മേമ്പടി ഓർത്ത് സംസാരിക്കുക, സത്യമായ കാര്യത്തിൻ്റെ കൂടെ അല്പം പൊടിപ്പും തൊങ്ങലും വെച്ച് അല്പം കൂടി വികസിപ്പിച്ച് സംസാരിക്കുക. ഇനി ശരിക്കുള്ള ആളെങ്ങനെയായിരിക്കും? നഖം ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു. ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ചെറിയ കുട്ടികളോടൊക്കെ പെട്ടെന്ന് നമ്മുടെ കൈ നഖം വെട്ടിയിട്ടുണ്ടോ, ഇതിൽ ചെളി ഇങ്ങനെ കയറി അടിഞ്ഞിട്ട് വയറുവേദന വയറ്റി പ്രശ്നങ്ങളായിട്ട് ചെല്ലുന്ന കുട്ടികളോട് ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ നഖം കാണിക്കാൻ പറയാറുണ്ട്. അതും ചില കള്ളങ്ങൾ പറയുന്നുണ്ടോ എന്ന് അറിയാനും കൂടിയുള്ള ചില ചെക്കിങ്ങാണ്. എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചവരെല്ലാം നുണയന്മാരോ ചതിയന്മാരോ എന്നല്ല അർത്ഥം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കേട്ട ശേഷം വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഓർഡർ തെറ്റിയില്ല. യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ആർക്കും അവിടെ കുറ്റമില്ല. യഥാർത്ഥത്തെ ഒരു മനുഷ്യനെ ഒരു കണക്ക് പ്രകാരം ഒരു ലക്ഷണശാസ്ത്രം വെച്ചാൽ അപ്രതീക്ഷിതമായ ടൈമിൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എന്താണ് കാണിക്കുന്നത് എന്ന് ഓഹോ നിങ്ങൾ മുഴുവൻ ചതിക്കുകയായിരുന്നില്ലേ, കള്ളനായിരുന്നില്ലേ എന്നല്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം അങ്ങനെ ചിന്തിക്കാനുള്ളതല്ല, അതൊരു സിമ്പൽ മാത്രമാണ്. അതായത് ചെറിയ രീതിയിൽ ചില തന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ സിമ്പലിൽ കണ്ടുപിടിക്കാൻ. അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനോ കഴിക്കാനോ അല്ല നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. ഇത് ആ കണക്കിൽ കാണുന്നവർ മനസ്സിലാക്കുക, നമ്മുടെ ചാനൽ അതിന് ഉത്തരവാദിയല്ല. അതും മനസ്സിലാക്കുക, അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയിരിക്കാൻ മാത്രമായിട്ട് പറയുന്നതാണ്. അതൊരു പ്രശ്നങ്ങളെ കൊണ്ടെത്തിക്കാനല്ല. അഹം ഇങ്ങനെ കാണിച്ചു എന്ന് കരുതി അവർ വഞ്ചകരോ ചതിരോ ആകുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ സിഗ്നൽ വരുന്നത്? ഈ പറയുന്ന പ്രവർത്തികൾ നമ്മളും ചെയ്യാം ചില സമയങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. അതായത് ആ വ്യക്തി സംസാരിക്കുമ്പോൾ ചില പ്രവർത്തികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അനുസരിച്ചുള്ള മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കണം. ആ ഒരു സമയത്ത് മാത്രം, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആ സമയത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ അവർ ആ ഒരു പ്രവൃത്തി കാണിക്കുന്നത്.
അതനുസരിച്ചുള്ള ചേഞ്ച് ആ വ്യക്തിക്ക് ആ ടൈമിൽ കാണും. അല്ലാത്ത ടൈമിൽ അവർ നേരെയായിരിക്കും കാണിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വേറൊരു ലക്ഷണമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു കുറച്ച് പണം നമ്മൾ കെട്ടിവെക്കാനായിട്ട് പോവുകയാണ്. അവിടെ നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആ വ്യക്തി കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. കൈ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പോകാൻ നേരത്ത് നമ്മൾ പറയാം, എന്നാൽ ശരി ഞാൻ എന്നാൽ പോട്ടെ എന്ന് ചോദിക്കുന്ന നേരത്ത് ഓക്കെ 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 ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തി അറിയുന്നില്ല. ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എന്തെന്ന് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു സിംറ്റം ആ വ്യക്തി തന്നെ സ്വയം പുറത്തേക്ക് വരുത്തുന്ന ഒരു ലക്ഷണമാണത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല, എന്താണ് പുള്ളി ഇത് കാണിക്കുന്നത്, ആ ചെയ്ത ആർക്കും അറിയത്തില്ല എന്താണ് ആ സമയത്ത് കാണിച്ചത്. അതിനർത്ഥം ഇതാണ്, നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്, എൻ്റെ ഒരു ആവശ്യം കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. ഒന്നുകൂടി വിശദമാക്കാം. അതായത് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ശരിയാക്കി തരാം ഓക്കെ എന്ന രീതിയിൽ, അതായത് എൻ്റെ കാര്യങ്ങളെല്ലാം നേടിക്കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ നടത്താതിരിക്കാം എന്ന രീതിയിൽ കാണിക്കാനുള്ള സിംറ്റമാണ് ഈ കാണിക്കുന്നത്, ഒരു സിമ്പലാണ് ഈ കാണിക്കുന്നത് ഓപ്പോസിറ്റുള്ള ആൾ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പണമിടപാട് നടത്തുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിജയിക്കുമോ, ഇപ്പോൾ ഒരാൾ പറയുകയാണ് നമ്മളോട് എന്തെങ്കിലും ചേർക്കുന്ന ഒരു കാര്യങ്ങൾ പറയുകയാണ്, ഇപ്പം എന്തെങ്കിലും മണിച്ചെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ്, ചെയിനായിട്ട് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുക. നമ്മൾ ചോദിക്കുക അത് അത്ര സത്യമായ കാര്യമാണോ, ഇതിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ഓക്കെ നമ്മളൊരു രൂപ എടുത്ത് കൊടുത്ത് പറഞ്ഞു എന്നാൽ ശരി കേട്ടോ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ അധികമൊന്നും സക്സസ് ആകാൻ പോകുന്നില്ല. ആ വ്യക്തിയെ ഉദ്ദേശിച്ച് നമ്മുടെ സക്സസ് ആകാൻ പോകുന്നില്ലെന്നുള്ളതിൻ്റെ മെയിൻ ലക്ഷണമാണത് ആ കാണിക്കുന്നത്. കൈ കൂപ്പിയിട്ട് നമ്മൾ പണമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി നമുക്ക് പൂർണ്ണമായും പറഞ്ഞതിൻ്റെ ഒരു റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാര്യങ്ങളൊക്കെ നടത്തി തരും, പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കാൻ പോകുന്നില്ലെന്നുള്ളതാണ് അർത്ഥം. ഇനി അതുപോലെ തന്നെ നമ്മൾ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്. നമ്മൾ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മൾ വലത് കൈയോ ഇടത് കൈയോ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നിങ്ങനെ കേൾക്കുകയാണെന്ന് കരുതുക. അപ്പം ഇങ്ങനെ കേൾക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും ആ വ്യക്തി വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എന്നുള്ളത്. എപ്പോഴൊക്കെ കൈ ഇങ്ങനെ തന്നെ എടുത്തു കൊണ്ട് വെക്കുന്നു ആ വ്യക്തി അറിയാതെ. ഇപ്പം നമ്മളും ചെയ്യാറുണ്ട്, നമ്മൾക്കും ശ്രദ്ധിച്ചറിയാം ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പോകും ചില സമയം. അപ്പം അതിനർത്ഥം ഇതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ സംസാരം നിർത്തിയാൽ മതി എനിക്ക് പോകണം, അതാണ് ആ സിവിൽ വരുന്നത്. അങ്ങനത്തെ തീർന്നാൽ മതി എന്നേ ഉള്ളൂ, അതിന് കൈ ഇങ്ങനെ പോകണേ. ചിലപ്പം സ്റ്റേജിലൊരു പ്രസംഗം നടക്കുമായിരുന്നു. പ്രസംഗം നടക്കുമ്പം ഓഡിയൻസിലേക്ക് പ്രസംഗിക്കുന്നയാൾ നോക്കുമ്പോൾ കുറേ ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കുന്നതാണ്. അപ്പോൾ പ്രസംഗിക്കുന്ന ആൾ പ്രസംഗത്തിന് കൂടുതൽ പവർ കയറി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് താടിക്ക് കൈ കൊടുത്തിരുന്ന് കേൾക്കുകയാണ്. ആകാംക്ഷയാണെന്നാണ് നമ്മൾ തെറ്റ്. അത് ആകാംക്ഷയല്ല, സത്യത്തിൽ മടുത്ത് നിർത്തിയാൽ മതി, നിർത്തിയിട്ട് പോയാൽ മതി എന്നുള്ളതിന് പോകാനൊരു മാർഗ്ഗമില്ല. തീർന്നിട്ട് വേണം, അടുത്ത പരിപാടിയുണ്ട്, അത് പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ പുള്ളിയുടെ പ്രസംഗം കേട്ടേ അടുത്ത ആളുടെ ഉള്ളൂ. അപ്പം അതിനുവേണ്ടി കാണിക്കുന്ന ഒരു സിമ്പലാണ് ഈ ഇങ്ങനെ. അത് ആർക്കും അറിയത്തില്ല, ഈ പറയുന്ന ആർക്കും അറിയത്തില്ല എനിക്ക് മടുത്തു താൻ നിർത്തുക എന്നല്ല അതിനർത്ഥം വരുന്നത്. അയാൾ പോലും അറിയാതെ അയാളുടെ ബോഡി ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അസൂയുള്ളതാണ്. ഇപ്പം അച്ഛനും മകനും ചില കാര്യങ്ങളിൽ ചില തർക്കങ്ങളുണ്ടാകുമെന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മുടെ സാറും ഒരു സ്റ്റുഡൻറ്റും തർക്കം ഉണ്ടാകുമെന്ന് കരുതുക, ചേട്ടനും മനിയനും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുമെന്ന് കരുതുക. അപ്പോൾ ഏതെങ്കിലും ഒരു കലാപരമായ പ്രവർത്തനം, ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരാൾക്ക് എതിർപ്പുണ്ടെന്ന് കരുതുക. എതിർപ്പുള്ള ഒരു സമയത്ത് ഇഷ്ടമില്ല, വ്യക്തിക്ക് ഈ വ്യക്തി ചെയ്യുന്ന ഇഷ്ടമില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയം നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ ഇഷ്ടമില്ല, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് ആ വ്യക്തിക്ക് അത്ര സുഖമല്ല, ഒരു ഗിറ്റാർ വായിച്ച് കാണിക്കുന്നു ഒന്നും ഇഷ്ടമല്ലെന്ന് കരുതുക. അങ്ങനെയുള്ള സമയങ്ങളിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മുടെ കലാപരിപാടി അവിടെ മുറുകി നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളതിന് പരിചയമില്ലാത്തവരായിക്കോട്ടെ അവർ പ്രോഗ്രാം കാണുന്ന, അല്ല നമ്മുടെ കലാപരമായ മെമിക്രിയോ എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുമ്പോൾ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിപ്പം ഈ പറയുന്ന എനിക്കും മുന്നിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ വ്യക്തിയോട് എപ്പോഴേലും ഒരു രീതിയിൽ അസൂയ തോന്നിയാൽ ഓട്ടോമാറ്റിക് എൻ്റെ കൈയും ഇവിടെ പോകും. ഇത് മനുഷ്യ സഹജമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ
സ്വന്തം ശരീരം നമ്മളെ ചതിക്കുന്ന ചില അവസ്ഥകളുണ്ട്. നമ്മളെ കാണിച്ചു കൊടുക്കുകയാണ്, നമ്മുടെ ഉള്ളിലിരിപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇത് എല്ലാ വ്യക്തിക്കുമുണ്ട്. അപ്പം ഞാനാണെങ്കിൽ കൂടെ ഒരു മുന്നിൽ വരുന്ന ഒരാളോട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫീലിംഗ് അങ്ങനെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, മനുഷ്യ സഹജമാണ് അസൂയ, ദേഷ്യം, കോപം, പരവപ്പ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ ആളുകളും ചെയ്യും. അത് എത്ര നല്ല മനസ്സുള്ളവരാണേലും മുന്നിൽ വരുന്ന ഒരാളെ ഇപ്പം നക്ഷത്രം പിടിക്കാതെ ദേഷ്യം വരിക അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? കൈയെടുക്കും, എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണ്, ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ്, ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണമെന്ന് പറയുക. അപ്പോൾ ആ ആൾ നമ്മളോട് പറയുകയാണ്, ശരി ഞാൻ നോക്കാം എന്ന് പറയുക. അപ്പോൾ നമ്മൾ വൈകുന്നേരമായി ആൾ പറയുകയാണ്, 5 മണി കഴിയുമ്പോൾ ഞാൻ വന്ന് പുസ്തകം മേടിക്കാമെന്ന് പറയുക. 5 6 ആളെ കണ്ടില്ല. നമ്മൾ പുള്ളി എന്തുകൊണ്ട് വന്നില്ല. പിറ്റേന്ന് നമ്മൾ രാവിലെ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിയെ കണ്ടു, എന്താ ഇന്നലെ വരാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അല്പം തിരക്കുണ്ടായിരുന്നു, ഞാൻ അടുത്ത ദിവസം വരാമെന്ന് പറയും. വീണ്ടും ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു കാര്യം എങ്ങനെ തന്നെ ആദ്യമേ മനസ്സിലാക്കാം. ഈ വ്യക്തി വരുമോ ഇല്ലയോ എന്നുള്ള ആദ്യമേ മനസ്സിലാക്കാം. ഇതൊരു 25 ചാൻസ് ഉദ്ദേശിച്ചാൽ മതി, ആ ഒരു ശതമാനം ഉദ്ദേശിച്ചാൽ മതി. ഇത് എപ്പോഴും സക്സസ് ആവുന്ന കാര്യമില്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ആൾ പറയുകയാണ്, ശരി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതിന് ആളെ തലയിട്ട് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. തല വെച്ചിട്ട് എങ്ങോട്ടാണ് തിരിക്കുന്നു നോക്കണം. നമ്മളൊരു കാര്യം വേണോ, നിങ്ങൾക്കിത് വേണോ എന്ന് ചോദിക്കുമ്പം ശരി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ് പുള്ളി കാണിക്കുന്നത്. പക്ഷേ ആ വ്യക്തി തന്നെ കാണിക്കുന്നുണ്ട്, ശരി ഇത് നമ്മുടെ ഒരു കാര്യം പറയാം, എനിക്ക് ഇന്ന ഒരു കാര്യത്തിൽ ഇത്ര മാർക്ക് കിട്ടി കേട്ടോ, എനിക്ക് ഇനിയിപ്പോൾ ഇന്ന ഒരു കാര്യം തുടർന്ന് പഠിക്കാനായിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുമ്പോഴും നമ്മളോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയും, ശരി എന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഉദ്ദേശത്തിലല്ല അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തെളിവാണ്. അതുപോലെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ശരി അതത്ര വലിയ കുഴപ്പമില്ല, അതൊരു സമനിലയാണ്. അതുപോലെ ചിലരോട് നമ്മൾ ചോദിക്കുക, എന്തെങ്കിലും കാര്യം ഉറപ്പാണോ? ഇങ്ങനെ കാണിക്കും. ഓക്കെ, അത് കറക്റ്റ് സാധനമാണ്, ഇതാണ് കറക്റ്റ് ഐറ്റം, അത് തന്നെ എന്നർത്ഥം. അല്ലാതെ ഇതല്ല, അത് തെറ്റാണ്, ഇങ്ങനെ കാണിക്കുന്ന സംഭവം ശരി എന്നുള്ള അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കൂട്ടാം. ഏറ്റവും കറക്റ്റായിട്ടുള്ളത് ഇതാണ്, ഓക്കെ എന്നുള്ള സംഭവം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കാണിക്കുന്ന ലക്ഷണം ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു ടൂണുണ്ട്, മനസ്സിലാവാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ. നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഇന്ന സിനിമയിൽ ഇന്ന ഒരു രംഗം നിങ്ങൾ ഓർക്കുന്നില്ല, കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കും, ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അവർക്ക് ഓർമ്മ വന്നിട്ടില്ല. ഓർക്കുന്നു, ശരിയാണ് എന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ കറക്റ്റാണ്. പക്ഷെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഒരു വിധത്തിലും അവരുടെ ഓർമ്മയിലോട്ട് അത് വന്നിട്ടില്ല, കാണിച്ചപ്പം പറഞ്ഞത് നുണയാണെന്നുള്ളതിന് അർത്ഥമാണ്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മളിൽ ഒരാളിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് നമ്മളും ചെയ്യാറുണ്ട്. നമ്മളും ചിലപ്പോൾ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്ന ആൾ ഇന്നൊരു കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ചമ്മാതിരിക്കുക, നമ്മൾ എന്ന് വെക്കും. ഈ വന്നാൽ നോക്കണ്ട, ആ വ്യക്തിക്ക് ഒന്നും അറിയത്തില്ല ആ പറഞ്ഞ കാര്യത്തെ. നമ്മളാണെങ്കിലും ഞാനാണെങ്കിലും ചില സമയത്ത് ഓട്ടോമാറ്റിക് വായിച്ചത് വെളി വരും. ഓട്ടോമാറ്റിക് അങ്ങനെ വെളിയിലോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് ഇത് കത്തിയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നുള്ളതിന് തെളിവാണത്. ആ പറയുന്ന എന്ത് കാര്യമാണ് നിങ്ങൾ സംസാരിച്ച ആ കാര്യം, അല്ലെങ്കിൽ ആ വ്യക്തി ആ കാര്യം അറിയാമെന്ന് നിങ്ങളോട് നുണ പറയുന്നു, അതാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളവിടെ ചോദിക്കാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ ശബ്ദം കേൾപ്പിച്ചില്ലേ, നിങ്ങൾ നുണ പറയുകയല്ലേ എന്നൊന്നും ചോദിക്കരുത്. അതെന്താണെന്ന് കൂടി അയാൾക്ക് വ്യക്തിക്ക് മനസ്സിലാവില്ല. കാരണം ഇതൊരു ശാസ്ത്രഭാഗമാണ്, ഇതേപ്പറ്റി ചിലപ്പോൾ കേട്ടുകഴിവ് പോലും ആൾക്ക് കാണുകയില്ല. അപ്പോൾ പുള്ളി വീണ്ടും തർക്കിക്കാനേ സാധ്യതയോ മനസ്സിലായോ. അപ്പോൾ നമ്മൾ അത് കൊച്ചുകുട്ടികളിൽ കൂടുതലായി കാണും. ഇപ്പം കുറേ കുട്ടികൾ നമ്മൾ പറയാം, മേളിൽ കൂടെ പ്ലെയിൻ പോകുന്നു, അവിടെ പ്ലെയിൻ പോകുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ പരുന്ത് പോകുന്നു എന്ന് പറയുക. പരുന്തിനെ 4 കുട്ടികൾ കണ്ടു, ബാക്കിയുള്ള 2 കുട്ടികൾ കണ്ടില്ല. പക്ഷേ ആ കുട്ടികളുടെ ഒരു അഭിനയമുണ്ട്, കണ്ട രീതിയിൽ വേണ്ട വരുന്നു എന്ന രീതിയിൽ കാണാത്ത സാധനത്തിനെ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആക്ടിവിറ്റി അതിനകത്ത് കാണിക്കും. ആ ഒരു ആക്ടിങ് കുട്ടികളായിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, മറ്റു കുട്ടികൾക്ക്. മുതിർന്ന ശേഷം മനസ്സിലാക്കുന്നതിൻ്റെ ചെറിയൊരു കുട്ടിത്തം വരുന്ന പരിപാടിയാണ് ഞാൻ ആദ്യം കേൾപ്പിച്ചാറ്റുകൊണ്ട് എന്നാൽ ശരിയുള്ള സാധനം. അത് കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാ കുട്ടികൾക്കും അത് തീർച്ചയായും കൂടുതലായിരിക്കും.
കാണാത്ത ഒരു ഐറ്റത്തിനെ കണ്ടു എന്ന് പറയുന്നത് 10 കുട്ടികൾ കണ്ടു, 11ാമത്തെ കുട്ടി കണ്ടില്ലെങ്കിൽ ആ കൂട്ടത്തിൽ അവൻ കണ്ട രീതിയിലുള്ള ആക്ഷൻ കൊടുക്കുന്ന സാധനം. എല്ലാ കുട്ടികളും, നമ്മളടക്കം എല്ലാ കുട്ടികളും ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പ്രവർത്തികൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ടീച്ചേഴ്സൊക്കെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാറുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ എല്ലാവരും കൂടി ഒരു പാട്ട് കാണാപ്പാഠം പഠിച്ചു വരാൻ പറയുകയാണെങ്കിൽ കുറച്ച് പിള്ളേർ ഉറക്ക പാട്ട് പാടുമ്പോൾ ബാക്കി അറിയാൻ മേലാത്ത പിള്ളേർ കൂട്ടത്തിൽ നിന്ന് അതിൻ്റെ അല്പം വരികൾ വരുമ്പോൾ ഇച്ചിരി ഒച്ചത്തിൽ കൂവിയിട്ട് പയ്യെ താത്തി കൂട്ടത്തിൽ ചുണ്ട് മാത്രം അനക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കാണിക്കുന്ന പിള്ളേരെ സ്പോട്ടിൽ തന്നെ ടീച്ചേഴ്സ് പിടിച്ചെടുക്കാറുണ്ട്. കാരണം കുട്ടിയാകുമ്പോൾ നമ്മൾ കൂടുതൽ നമുക്കങ്ങനെ കള്ളം ഒളിപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി തന്നെ ടീച്ചേഴ്സിനെ കാണിച്ചു. അവർ മുതിർന്ന വ്യക്തികളാണല്ലോ, അവർ ഒരുപാട് പേരെ കണ്ടിട്ടില്ലേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ ആദ്യം പിടിക്കും. ഇങ്ങോട്ട് മാറി വയ്ക്കുക, എന്നാൽ നീ പാടി കേൾപ്പിച്ചേച്ച് പോയാൽ മതി എന്ന് പറയും. ആദ്യമേ ഞാൻ ആ കൂട്ടത്തിൽ പിടിച്ചിറങ്ങും. പക്ഷെ മുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ കുറേ കൂടി നമുക്ക് ബുദ്ധി വെച്ചു, നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ അറിയാം, നമ്മൾ കുറേ കൂടി കള്ളം ഒളിപ്പിക്കാൻ സമർത്ഥരാണ്. എന്നാലും നമ്മുടെ ബോഡി ചില രീതി കാണിച്ചു കൊടുക്കും. ആ കാണിച്ചു കൊടുക്കുന്ന രീതികളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ പറയുന്ന കാര്യം ഒരു വ്യക്തിക്ക് ബോറായി തോന്നുന്നു, ബോറടിച്ചു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മേടത്തെ ക്ലോക്കാലോട്ട് സമയം നോക്കും, ഇല്ലെങ്കിൽ അവരുടെ കൈ വാച്ച് കിട്ടിയിട്ടുണ്ടാവാത്ത സമയം നോക്കും, ഇല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ എടുക്കും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും കാര്യം എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് നമ്മൾ പറയുന്ന കേൾക്കേണ്ട ഉദ്ദേശമേ ഇല്ല എന്നുള്ളതാണ് തെളിവ്. അവർക്ക് യാതൊരു താല്പര്യമില്ല. നമ്മൾ പറയുന്ന കാര്യത്തിൽ നിന്നും ശ്രദ്ധ വഴുതിപ്പോയി എന്നുള്ള തെളിവാണ് ആ കാണുന്നത്. പിന്നെ അവരോട് നമ്മൾ സംസാരിക്കും, കേട്ടോ ഞാൻ പറഞ്ഞ് കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇന്ന കാര്യമല്ല പറഞ്ഞതെന്ന് ഇങ്ങോട്ട് ചോദിക്കും. ആ ചോദ്യം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ കോൺവെർസേഷൻ അവിടെ കൂടി നിർത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ എനർജി മുഴുവൻ അവിടെ വേസ്റ്റായി പൊയ്ക്കൊണ്ടേയിരിക്കും. ആ വ്യക്തി പൂർണ്ണമായിട്ടും കേൾക്കുകയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ശരി എന്ന് പറയും, വീണ്ടും ഫോണായിട്ട് കൊടുക്കും. അപ്പം നമ്മളവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മൾ നിന്ന് സംസാരിച്ച് നമ്മുടെ ഒരു ഗ്യാസ് തീരുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനൊരു ജസ്റ്റർ, അതായത് നമ്മൾ കാണിക്കുന്ന സിഗ്നലുകൾ, ബോഡി, നമ്മുടെ ശരീരം തന്നെ നമ്മളെ കാട്ടിക്കൊടുക്കുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാ ആളുകൾക്കും ബാധകമാണ്. എനിക്കടക്കം ബാധകമാണ്. ഇതൊരാളുടെ സ്വഭാവ പ്രകൃതിയില്ല. ഞാൻ പറഞ്ഞ നഖത്തിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നവരും തൊട്ട് ചില ഒരു സമയത്ത് നമുക്ക് നുണ പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തന്നെ പൊങ്ങി വരും. അത് അവരവരുടെ കുറ്റമല്ല, അവരവരുടെ ക്യാരക്ടറുള്ള എല്ലാ ആളുകളും സ്വയം അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഇത് പഠിക്കാത്ത, ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവുകയില്ല. മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബിസിനസ് പരമായി നിൽക്കുന്നവർക്ക്, എന്തെങ്കിലും ലോണ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നവർക്ക്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ആണ്, സെയിൽസ്മാൻ വിൽക്കാൻ വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾ സാധനം വാങ്ങുമോ ഇല്ലയോ, ഞാൻ ടൈം വേസ്റ്റ് ആക്കുമെന്ന് തിരിച്ചറിയാം. മാത്രമായി ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കുക, ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക, അറിവ് ശേഖരണമായി ഉൾക്കൊള്ളുക. മറ്റൊരു കാര്യത്തിൽ നിങ്ങളുടെ ചിന്തകൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഈ ചാനലുമായി ബന്ധിക്കുന്ന ഒരു കാര്യമല്ല, അത് ഈ ചാനൽ ഉത്തരവാദിയുമല്ല, ഞാനടക്കം ഉത്തരവാദിയല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുക. ഒരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ വീഡിയോയിൽ ഇത് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഹസ്തരേഖയിൽ കണ്ടത് നമ്മുടെ ആ ഒരു ഹൃദയരേഖയുടെ 2 കൈകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള നമുക്ക് വരുന്ന സ്വഭാവ വ്യത്യാസത്തെ പറ്റിയായിരുന്നു. ഒപ്പം കുറച്ച് മറുകളുടെയും ലക്ഷണങ്ങളെ പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ അറിവിൻ്റെതായ കാര്യങ്ങളോ സംബന്ധിക്കുന്ന വീഡിയോകളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.